MLA ഇങ്ങനെ ഒരു വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ കാര്യമാണിത്. വർഷം 4 കഴിഞ്ഞിട്ട് യാതൊരുമില്ല. 2 വയ്ക്കാടും ഒരു മേശിരി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പണി പറഞ്ഞു ഓണത്തിന് ഉദ്ഘാടനം എന്നാ പറയുന്നത് വല്ല നടക്കൂ എല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. MLA ഇങ്ങനെ ഒരു വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ കാര്യമാണിത്. വർഷം 4 കഴിഞ്ഞിട്ട് യാതൊരുമില്ല. 2 വയ്ക്കാടും ഒരു മേശിരി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പണി ആകെ 2-3 പേരാണ് ജോലിക്ക് അല്ലേ? എന്തുകൊണ്ടെന്ന് അറിയില്ല. ഈ വർക്കുകൾ ഒരുപാട് നീളയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഭാഗത്തെ കച്ചവടക്കാരെല്ലാം പൊട്ടി പോയല്ലോ പലരും. കച്ചവടക്കാർ മൊത്തം പൊളിഞ്ഞു പോയെന്ന് മാത്രമല്ല, ഈ റോഡിന്റെ തകരാറ് കൊണ്ട് ഭയങ്കരമായ ദുരിതം ഞങ്ങൾ 4 കൊല്ലം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. വെള്ളക്കെട്ടും ചെളിയും ചെളിയും വെള്ളക്കെട്ടും കാരണം ദുരിതം ഭയങ്കരമായ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിനും മിക്കവാറും ഈ ചെളിയിലും വെള്ളത്തിലാവാനാണ് സാധ്യത. നടക്കത്തില്ല, ഉദ്ഘാടനം നടക്കത്തില്ല. ഒരു കാരണവശാലും നടക്കും. ഇത്രയും നാളുകൊണ്ട് അവരുടെ പരിശ്രമം ഫലമായിട്ട് ഇത്രയൊക്കെ ആക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ട് ഇത്രയായി. ഇനി ഇതിനകത്ത് ഇഷ്ടം പോലെ പണി കിടപ്പുണ്ട്. ഈ കമ്പി അവന്മാർ ആദ്യം ഇട്ട ഈ കമ്പി മൊത്തം തുരുമ്പെടുക്കും. ഇവിടെ ഇത് നോക്കാൻ സർക്കാരിൽ നിന്നും ആരും വരുന്നില്ല, ഒന്നുമില്ല. ഇതിന്റെ പുറത്താണ് ഇവരിട്ട് മൊത്തം ഇത് കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, MLA പറഞ്ഞ ഈ ഓണത്തിന് ഉദ്ഘാടനം ഉണ്ടെന്ന്. അത് തന്നെ, ഓണത്തിന്റെ ഉദ്ഘാടനം ഒരുപാട് ഓണം കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം 4 ഓണം കഴിഞ്ഞ് ഇത് അഞ്ചാമത്തെ ഓണമായി. പക്ഷെ ഇത് നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മുടെ വിധി. അപ്പൊ ഈ തുരുമ്പ് പിടിച്ച കമ്പിയിലാണ് ഇതെല്ലാം വാർത്ത് വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം വാർത്ത് വെക്കുന്ന ഇതിനകത്ത് അതാ പിടിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പിക്കകത്ത് തുരുമ്പില്ലാത്തതുകൊണ്ട് എല്ലാം തുരുമ്പെടുത്തിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് പള്ളുക്കി കറങ്ങി പള്ളുക്കൊന്ന് ടച്ച് ചെയ്യണമെങ്കിൽ നേരെ മാടന്തര ആ ഗേറ്റിൽ പോയി കിടക്കണം. അല്ലെങ്കിൽ നമ്മളെ പുത്തൻചന്ത ഗേറ്റിനടുത്ത് ടീമുകളുണ്ടായതുകൊണ്ട് ജോലിക്കാരാ നിൽക്കുന്നത് അപ്പുറത്തേക്ക്. അവര് കുറച്ച് പേരുണ്ട്. ഒരു ടീമിനെ കാശ് കൊടുക്കാതെ അവര് പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്തിരി ആളുടെ എമൗണ്ട് വന്ന് പിന്നെ വേറെ ടീമിനെ ഏർപ്പെടുത്തി. ഇതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഇത് ഇന്നാവും, നാളെ ആവും, മറ്റന്നാളാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളതിന് സന്തോഷിപ്പിച്ച് നിർത്തും. അവരങ്ങ് പോകും. പക്ഷെ കിടന്ന് അനുഭവിക്കുന്നവരെ നമ്മളവിടെ അനുഭവിക്കണം. നമ്മൾ ആരത്തെ പോയി പറയും, നമ്മൾ ആരെ പോയി കാണും. ഇതിപ്പോൾ വോട്ട് അടുത്ത സംഭവം കൊണ്ട് ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൊള്ളിച്ചു വെച്ചിട്ട് വോട്ട് പിടിക്കാറാണ്. ഈ മേളിൽ എത്ര പണി കിടക്കുന്നു? കാണിക്കാൻ വേണ്ടി 5-6 ആളുകൾ ദിവസേന വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത്ര അല്ല, അതെ 5-6 പേരേ ഉള്ള ജോലിക്കല്ലേ? വരെ ഉള്ളു. ഈ വലിയ വാരത്തിന് ഇത്ര ആളുകൾ എന്ത് തീരാൻ? അപ്പോൾ ഓണം ഇനിയുണ്ട്. ഇനി അടുത്ത ഓണത്തിന് അങ്ങനെ ഉദ്ഘാടനം ചെയ്യും. ഈ ഓണം ആയിരിക്കത്തില്ല അവർ പറഞ്ഞു. നമ്മൾ തെറ്റിദ്ധരിച്ചായിരിക്കും. നമ്മൾ അല്ല, ഇത് ഈ പാലം ഇത് തുടങ്ങി ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ മൈനാട് കുട്ടികളുടെ ഭാഗത്തൊക്കെ തിരക്ക് കുറയുമായിരുന്നു ഗേറ്റിൽ. എന്തിന് തിരക്ക് അവിടെയൊക്കെ? അവിടെ തിരക്ക് കുറയും. മാടന്നടയിലും എല്ലാം വലിയ തിരക്ക് കുറയും. മാടന്നടയിലൊക്കെ തന്നെ ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടയ്ക്കാനൊക്കുന്നില്ല. അടയ്ക്കാൻ താത്തന്ന് പറയുമ്പോഴും വാഹനങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നില്ല. അതല്ലേ, ഈ പാലം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ വാച്ചർ കിടന്ന് ബുദ്ധിമുട്ടുന്നു.